ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിലാണ് യോഗം. വികസിത് ഭാരത് അറ്റ് 2047 എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പങ്കാളിത്തത്തോടെയുള്ള ഭരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമ-നഗര ജനസംഖ്യയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമാണ് ഗവേണിംഗ് കൌൺസിൽ യോഗം ലക്ഷ്യമിടുന്നതെന്ന് നീതി ആയോഗ് വ്യക്തമാക്കി. ഭീകരവാദത്തെ നേരിടാൻ രാജ്യത്തെ ധീര സൈനികർ പ്രാപ്തരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തിൽ ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരസേനയിൽ സമഗ്രമായ മാറ്റം ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ച് പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ഷിൻകുൻല ടണൽ പദ്ധതിയുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 25ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കൊച്ചി ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനത്തും വിജയ് ദിവസ് ആചരിച്ചു. കണ്ണൂരിലും തൃശൂരിലും വിജയ് ദിവസിനോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 11ാം ദിവസവും ഫലം കണ്ടില്ല. അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അപകടസ്ഥലം സന്ദർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. സമകാലിക ലോകത്തിന്റെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയെന്ന് മന്ത്രി എം ബി രാജേഷ്. മേളയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. ഇന്ന് 2 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇനി 5 പേർ ചികിത്സയിലുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. ഹീമോഫീലിയ ചികിത്സയിൽ ഇനി മുതൽ 18 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന വിലയേറിയ മരുന്ന് നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി വീണ ജോർജ്. നൂതനമായ ഈ മരുന്ന് മാസത്തിലൊരിക്കൽ മാത്രം എടുത്താൽ മതിയാകും. ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആശാധാര പദ്ധതിയിലൂടെയാണ് മരുന്ന് നൽകുന്നത്. ഏകദേശം 300ഓളം കുട്ടികൾക്ക് ഇതിന്റെ ഫലം ലഭിക്കും. പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളോടെയുള്ള ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്ക് ആരംഭിക്കും. ചടങ്ങിൽ 10,500 അത്ലറ്റുകളെ കൂടാതെ 3000 കലാകാരന്മാരും പങ്കെടുക്കും. സെൻ നദിയിലൂടെ കായിക താരങ്ങളെയും വഹിച്ചുകൊണ്ട് 100ലേറെ ബോട്ടുകളാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായ മാർച്ച് പാസ്റ്റിലുണ്ടാവുക. കായിക താരങ്ങളായ PV സിന്ധുവും ശരത് കമലും ഇന്ത്യൻ പതാകയേന്തും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന 5 മലയാളി താരങ്ങൾക്കും അത്ലറ്റിക്സ് മുഖ്യ പരിശീലകനും 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പരിശീലനത്തിനും ഒളിമ്പിക്സിനുമുള്ള മറ്റൊരുക്കങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഇന്ത്യ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 10 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ഇപ്പോൾ നടക്കുന്ന 2ാം സെമിയിൽ പാകിസ്ഥാനെതിരെ ശ്രീലങ്കയ്ക്ക് 141 റൺസ് വിജയലക്ഷ്യം. 2ാം സെമി ഫൈനലിൽ വിജയിക്കുന്ന ടീമിനെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടും. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കൾ തിരികെ എത്തിക്കാനുള്ള സാംസ്കാരിക സ്വത്തവകാശ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചു. കരാർ പ്രകാരം പുരാവസ്തുക്കളുടെ അനധികൃത വ്യാപാരം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത് എന്നിവ തടയുന്നതിനും നിരോധിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. യുഎസുമായുള്ള ഇന്ത്യയുടെ ആദ്യ സാംസ്കാരിക സ്വത്തവകാശ കരാറാണിത്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഉത്തർപ്രദേശ് പോലീസിലും PSCയിലും മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് യോഗി ആദിത്യനാഥ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 112ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ഇതേ തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.